എറണാകുളം പള്ളുരുത്തി സെയിന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സമവായത്തിന് നീക്കം. കുട്ടിയുടെ രക്ഷിതാക്കളുമായി സ്കൂൾ മാനേജ്മെന്റ് ഇന്ന് ചർച്ച നടത്തിയേക്കും. തൽക്കാലം പരസ്യ പ്രതികരണം വേണ്ടെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന് സഭ നൽകിയിട്ടുള്ള നിർദ്ദേശം. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സമവായ നീക്കം ഉണ്ടാകുമെന്നാണ് സഭയുടെ പ്രതീക്ഷ. വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാമെന്നാണ് KCBCയുടെ നിലപാട്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ഈ സമവായ നീക്കത്തിന്റെ വാർത്ത വരുന്നതുവരെ ഇരുപക്ഷവും ഉറച്ച നിലപാടിലായിരുന്നു. ഈ കുട്ടി ഹിജാബ് ധരിക്കാതെ സ്കൂളിലെത്തും, അല്ലെങ്കിൽ യൂണിഫോം കോഡ് പാലിക്കുമെന്ന് എഴുതി നൽകണമെന്ന് സ്കൂളും, അങ്ങനെ തൽക്കാലം എഴുതി നൽകാനാവില്ലെന്ന നിലപാടിൽ രക്ഷിതാക്കളും നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഈ സഭ ഈ വിഷയത്തിൽ എടുക്കുന്ന ഒരു നിലപാട്, ഇതിൽ എന്തൊക്കെ തരത്തിലുള്ള കൂടിയാലോചനകൾ നടന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഞാനിപ്പോൾ സ്കൂളിന് മുന്നിലാണുള്ളത്. ഇന്നും കുട്ടി പരീക്ഷ എഴുതാനായി എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കുട്ടിയുടെ മാതാപിതാക്കളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കുട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇന്നും സ്കൂളിലേക്ക് എത്തില്ല എന്നാണ്. സ്കൂളിലെ പ്രിൻസിപ്പൽ അടക്കം കുട്ടിയുടെ വീടുമായി ബന്ധപ്പെട്ട് ശ്രമിക്കുന്നുണ്ട്. എക്സാം എഴുതാനെങ്കിലും കുട്ടിയെ കൊണ്ടുവരണം, കാരണം ആ കുട്ടിയുടെ ഒരു ഭാവി കൂടി ബാധിക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ എക്സാം എഴുതാൻ വരണം, അതിന് തടസ്സമൊന്നുമില്ല എന്ന് സ്കൂൾ മാനേജ്മെന്റ് ഇതിനോടകം തന്നെ കുട്ടിയുടെ മാതാപിതാക്കളെ അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ കുട്ടി തൽക്കാലം സ്കൂളിലേക്കില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇനി എന്താണ് ഈ വിഷയത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്ത് തീരുമാനമാണ് മാനേജ്മെന്റും കുട്ടിയുടെ മാതാപിതാക്കളും സ്വീകരിക്കുക എന്നതാണ് ഉറ്റുനോക്കുന്നത്. അതിൽ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരു സമ്മതപത്രം എഴുതി വാങ്ങുക, അതായത് ഹിജാബ് ധരിക്കാതെ തന്നെ കുട്ടി സ്കൂളിലെത്താം, സ്കൂളിന്റെ നിയമങ്ങൾ അനുസരിച്ച് തന്നെ ഇനി തുടരും എന്ന സമ്മതപത്രം കുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്നും എഴുതി വാങ്ങണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മാനേജ്മെന്റ്. പക്ഷേ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത് തൽക്കാലം അത്തരത്തിലൊരു സമ്മതപത്രത്തിൽ ഒപ്പിടാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശത്തോട് സഹകരിക്കുവാനോ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് സ്കൂൾ കുട്ടിയുടെ മാതാപിതാക്കളും പറയുന്നത്. അപ്പോൾ ഇനി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പരാമർശം വന്നതിന് ശേഷമാണ് ഈ വിഷയം ഇത്രയേറെ വീണ്ടും വിവാദമാകുന്നത്. ഹൈബിയുടെ MPയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഒക്കെ കുട്ടിയുടെ മാതാപിതാക്കളുമായി കണ്ട് സംസാരിച്ച് ഹിജാബ് ധരിക്കാതെ തന്നെ, അല്ലെങ്കിൽ മുൻപ് എങ്ങനെയാണോ വന്നിരുന്നത് ആ രീതിയിലേക്ക് തന്നെ സ്കൂളിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് തന്നെ വരാം എന്ന തീരുമാനത്തിലേക്ക് അവരെത്തിയതുമായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതുമായിരുന്നു. ഇനി എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരു ചർച്ച നടക്കുക എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിലൊരു മധ്യസ്ഥത എന്നോണം പള്ളുരുത്തി CAയുടെ നേതൃത്വത്തിലായിരിക്കും സ്കൂൾ മാനേജ്മെന്റും കുട്ടിയുടെ മാതാപിതാക്കളും തമ്മിലൊരു ചർച്ച നടക്കുക എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ നിന്നും CAയോ അല്ലെങ്കിൽ മുതിർന്ന ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ച് ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടെന്ന് പറയുകയും അതിനുശേഷം സ്കൂളിലേക്ക് എത്തും. അത് ഉച്ചയ്ക്ക് ശേഷം എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇവിടെ ഒരു മധ്യസ്ഥ ചർച്ച നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ രണ്ടുപേരും എന്ത് നിലപാട് സ്വീകരിക്കുകയോ അതുമായിട്ടായിരിക്കും മുന്നോട്ട് പോവുക. ഇനി നേരത്തെ ഈ KCBCയുടെ ഒരു വിശദീകരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നത്, തൽക്കാലം ഇതിൽ സ്കൂളിലെ മാനേജ്മെന്റിനോട് ഇനി ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് പോകണ്ട എന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കാരണം ഇത് ചില രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊരു വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന തരത്തിലേക്ക് പോലും പലരുടെയും പരാമർശങ്ങൾ അതിക്രമിച്ചു എന്നൊരു വിശദീകരണമാണ്, അല്ലെങ്കിൽ എന്നൊരു വിലയിരുത്തലാണ് KCBCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ക്രൈസ്തവ സമുദായത്തിലെ തന്നെ ഉന്നതരായിട്ടുള്ള പല മതമേലധ്യക്ഷന്മാരും സർക്കാരുമായി ബന്ധപ്പെട്ടു. അവരുമായി ഇന്നലെ രാത്രിയോടൊക്കെ ഫോൺ വിളിച്ച് സംസാരിച്ചു. ഇനി ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല, സർക്കാരിന്റെ സഹായത്തോടു കൂടി തന്നെ ഈ വിഷയം ചർച്ച ചെയ്ത് നമുക്ക് എത്രയും വേഗം അവസാനിപ്പിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് KCBC വിദ്യാഭ്യാസ മന്ത്രിയോടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സർക്കാരിന്റെ ഒരു മുൻകൈ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിനിധികളെയും വെച്ചുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാനാണ് തീരുമാനം. എത്രയും വേഗം ഈ വിഷയം അവസാനിപ്പിക്കുക എന്നൊരു തീരുമാനം. ഏതൊക്കെ തരത്തിൽ ഇതിൽ ഒരു സമവായം എത്തുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇപ്പോൾ സ്കൂളിലെ PTA പ്രസിഡന്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളോട് വിശദമായി തന്നെ സംസാരിച്ചിട്ടുള്ള ശ്രീ ജോഷി കൈതവളപ്പിൽ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോഷി കൈതവളപ്പിൽ, ഈ വിവാദവും പ്രശ്നങ്ങളും ഒക്കെ എത്രയും പെട്ടെന്ന് അവസാനിച്ച് സ്കൂളിൽ എല്ലാം സാധാരണ നിലയിലേക്ക് ആവുകയാണ് വേണ്ടത്. ഇന്നും ഇപ്പോൾ ഈ കുട്ടി സ്കൂളിൽ എത്തിയിട്ടില്ല എന്നാണ് അറിയുന്നത്. മാനേജ്മെന്റും കുട്ടിയുടെ രക്ഷിതാക്കളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശയവിനിമയം നടന്നിട്ടുണ്ടോ? അവരുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു കൂടിക്കാഴ്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? നമസ്കാരം. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം.
ആ അതായത് കൊച്ചി ഇന്നലെ ആക്സിഡന്റ് ആയിരുന്നു. എക്സാം എഴുതാൻ വന്നില്ല. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും എന്താണെന്നുള്ളത് അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ കാണാത്തത് കൊണ്ട് ക്ലാസ് ടീച്ചർ കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കുട്ടി വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ക്ലാസ്സിൽ വന്നിട്ടില്ലെങ്കിൽ നോർമൽ പ്രൊസീജിയർ ഉണ്ടല്ലോ, ആ പ്രൊസീജിയർ പ്രകാരം നമ്മൾ ക്ലാസ് ടീച്ചർ അതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ ജോഷി, ടെലിഫോൺ ലൈനിൽ ചെറിയൊരു വ്യക്തത കുറവുണ്ട്. ഞങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് വിളിച്ചോട്ടെ. ശരി ശരി ശരി. ശ്രീ ജോഷി കൈതവളപ്പിൽ സ്കൂളിലെ PTA പ്രസിഡന്റാണ്. അദ്ദേഹം ആണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പരീക്ഷ നടക്കുകയാണ്. ഇന്നലെ ഈ കുട്ടി പരീക്ഷയ്ക്ക് എത്തിയിരുന്നില്ല. ഇന്നും ഇപ്പോൾ പരീക്ഷയ്ക്ക് എത്താത്തതിനെ തുടർന്ന് ക്ലാസ് ടീച്ചർ കുട്ടിയുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വിഷയത്തിൽ ഇപ്പോഴും ഒരു ചെറിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് ഈ സ്കൂൾ ആവശ്യപ്പെടുന്നത് പോലെ ഒരു സമ്മതപത്രം എഴുതി നൽകാൻ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ തയ്യാറാവുമോ എന്ന കാര്യത്തിലാണ് ഒരു സംശയമുള്ളത്. അങ്ങനെ ഒരു സമ്മതപത്രം നൽകാൻ കഴിയില്ല എന്നൊരു നിലപാട് അവർക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം സ്കൂളാകട്ടെ ഇന്നലെ വളരെ വിശദമായി തന്നെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ ഒരു സമ്മതപത്രം ഉണ്ടെങ്കിൽ, സ്കൂളിലെ യൂണിഫോം കോഡ് പാലിക്കാൻ കുട്ടി തയ്യാറെങ്കിൽ, കുട്ടിയുടെ രക്ഷിതാക്കൾ തയ്യാറെങ്കിൽ ആ സ്കൂളിലെ വിദ്യാർത്ഥി തന്നെയാണ് ആ കുട്ടി ഇപ്പോഴും. അതുകൊണ്ട് തന്നെ പഠനം വളരെ സുഗമമായി തന്നെ തുടരാമെന്നൊരു നിലപാടാണ് എടുത്തിരുന്നത്. ശ്രീ ജോഷി പറഞ്ഞോളൂ. അപ്പോൾ ഈ രക്ഷിതാക്കളെ വിളിച്ചപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് എന്തായിരുന്നു പ്രതികരണം? അതായത് ഇന്നലെ കുട്ടി ആക്സിഡന്റ് ആയിരുന്നു. സ്വാഭാവികമായിട്ട് ഇന്നലെ ആക്സിഡന്റ് ആവുന്ന കുട്ടിയെ ഇന്നാണല്ലോ നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഇന്ന് തീർച്ചയായിട്ടും സ്കൂളിന്റെ പ്രൊസീജിയർ എന്ന നിലയിൽ സ്കൂൾ ടീച്ചർ വിളിച്ചു. എല്ലാ സാധാരണഗതിയിൽ ചെയ്യുന്ന പോലെ തന്നെ ടീച്ചർ വിളിച്ചു വെച്ചപ്പോൾ ആ കുട്ടിക്ക് സുഖമില്ല എന്നുള്ള അറിയിപ്പാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. മറ്റൊരു തരങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. ഈ കുട്ടിയുടെ രക്ഷിതാക്കളുമായിട്ട് എന്തെങ്കിലും തരത്തിലൊരു ചർച്ചയോ കൂടിക്കാഴ്ചയോ നടത്താൻ മാനേജ്മെന്റോ നിങ്ങൾ PTO ശ്രമിക്കുന്നുണ്ടോ? ഞാൻ അതുകൂടെ ഒന്ന് വ്യക്തമാക്കട്ടെ. നമ്മള് കുട്ടിയെ പുറത്താക്കുമ്പോഴാണ് എടുക്കുന്ന ഒരു സംവിധാനം വരികയാണ്. അങ്ങനെ ഒരു തീരുമാനം മാനേജ്മെന്റ് ഇതുവരെ കുട്ടിയെ പുറത്താക്കിയിട്ടില്ല സ്ഥിതിക്ക് ആ ഒരു ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല എന്ന് ഞാൻ പറയാം. അല്ല, ഒരു സമ്മതപത്രം വേണമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. അതായത് അങ്ങനെ ഒരു റൂമർ ഞാനും കേൾക്കുന്നുണ്ട്. എനിക്ക് അത് റൂമർ ആയിരുന്നില്ല. ഇന്നലെ വാർത്താ സമ്മേളനത്തിനിടെ സിസ്റ്ററും ഒപ്പം അഡ്വക്കേറ്റ് വിമല ബിനും സംസാരിക്കുന്നതിനിടെയായിരുന്നു ഇങ്ങനെ ഒരു സമ്മതപത്രത്തിന്റെ കാര്യം പറഞ്ഞിരുന്നത്. ഒരു മിനിറ്റ്. കുട്ടിയെ PTA എന്ന് പറയുമ്പോൾ കുട്ടിയുടെ കാര്യങ്ങൾ, കുട്ടിയുടെ പിതാവ് ഞങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക. അത് അല്ലാതെ മാനേജ്മെന്റിന്റെ കാര്യത്തിന് ഞങ്ങൾക്ക് എങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുക? ഒരു പേരന്റിന്റെ പ്രതിനിധി എന്ന നിലയിൽ കുട്ടിയുടെ പിതാവ് ഞാനുമായിട്ട് സംസാരിച്ച് അതെന്തെങ്കിലും ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഞങ്ങളത് ഈ മാനേജ്മെന്റിന്റെ മുന്നിലേക്ക് എത്തിക്കും. അതായത് അങ്ങനെ ഒരു സമ്മതപത്രം വേണമെങ്കിൽ കൊടുക്കാൻ അനസ് തയ്യാറാണ്. അല്ല, എനിക്കറിയില്ല. നമ്മളോട് ഇതുവരെ പേരന്റ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. പേരന്റ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് പാരന്റിന്റെ പ്രതിനിധിയായിട്ടാണ്. പാരന്റ് തയ്യാറാണോ അങ്ങനെ ഒരു സമ്മതപത്രം വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണോ? അല്ല, എനിക്കറിയില്ല. അതിന്റെ കുട്ടിയുടെ പിതാവാണ് അത് പറയേണ്ടത്. എന്നോട് ഇത്തരം കാര്യങ്ങൾ കുട്ടിയുടെ പിതാവോ അതുപോലെ മാനേജ്മെന്റോ ഇത്തരം കാര്യങ്ങൾ എന്നോട് ചർച്ച ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ ഇങ്ങനൊരു സമ്മതപത്രത്തിന്റെ ആവശ്യം വരുന്നുണ്ടോ ശ്രീ ജോഷി? കാരണം പറയുന്നതേ ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത് PTA പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ് കേട്ടോ. അല്ല, PTA പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പാരന്റിന്റെ ഭാഗത്ത് നിൽക്കാനാണ് എനിക്ക്, നേറ്റിന്റെ ഭാഗത്ത് നിൽക്കാനാണ് എനിക്ക് താല്പര്യം. ഞാൻ ഇവരുടെ പ്രതിനിധിയായിട്ടാണല്ലോ സ്കൂളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഇത്രയും പേരന്റിന്റെ പ്രതിനിധിയായിട്ടാണ്. അപ്പൊ ആ പേരന്റിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മളോട് ഷെയർ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ പേരന്റിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഉയർന്ന് പ്രവർത്തിക്കാൻ പറ്റുക. അപ്പൊ ഞാൻ ചോദിച്ചത്, സാധാരണ രീതിയിൽ സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ PTA പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഒരു പാരന്റിനോട് ഇങ്ങനെ ഒരു സമ്മതപത്രം ചോദിച്ചാൽ അല്ല, എനിക്ക് അത് ആവശ്യപ്പെടാൻ പറ്റുമല്ലോ. കാരണം അത് പാരന്റും സ്കൂളുമായിട്ടുള്ള ഒരു വിഷയമാണ്. അദ്ദേഹത്തിന് അത് സമ്മതമല്ല എങ്കിൽ അത് ഞങ്ങളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അത് അവരുടെ മുന്നിൽ വയ്ക്കും. ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ ശേഷം ജോഷി ഈ കുട്ടിയുടെ പാരന്റുമായിട്ട് സംസാരിച്ചിരുന്നു? ഇപ്പൊ ഇന്നലത്തേതിനു ശേഷം അല്ലെങ്കിൽ ഇത് വലിയ വിവാദമായതിനു ശേഷം സംസാരിച്ചിട്ടില്ല? ഇല്ല. അത് നമ്മളോട് പേരന്റിന്റെ പ്രതിനിധിയിൽ ഞങ്ങൾ അന്ന് സംസാരിച്ച് പിരിഞ്ഞതിന് ശേഷം അദ്ദേഹം ധാരണയിലാണ് പോയിരിക്കുന്നത്. എന്തായിരുന്നു ആ ധാരണ? ക്ലാസ്സിൽ കൃത്യമായിട്ട് കുട്ടി വിടും എന്നുള്ള ധാരണയിലാണ് പോയത്. അതും 2 തവണ. ആദ്യ തവണ പേരന്റും ടീച്ചേഴ്സും എല്ലാം കൂടി സംസാരിച്ചു, മാനേജ്മെന്റും കൂടി സംസാരിച്ചു. ആ ഒരു ധാരണയിൽ ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്.
അതിനുശേഷം വീണ്ടും ഇത് വിഷയം ഉണ്ടായപ്പോ സബ് ഇൻസ്പെക്ടറുമായിട്ട് കൂടിയാലോചിച്ച പുള്ളിയും ബോധ്യപ്പെടുത്തിയാണല്ലോ പെട്ടത്. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്താ പറയാൻ പറ്റുക? അതിനുശേഷമാണല്ലോ ഈ വിവാദം ഉണ്ടായത്. വിവാദം ഉണ്ടായതിനു ശേഷം ഞാനും പേരന്റോട്, കാരണം ഒരു വിവാദം ഉണ്ടാകുമ്പോ നമ്മള് അതിന് പെട്ടെന്ന് കയറി ഒരു തിരികൊളുത്തുന്ന അല്ലെങ്കിൽ എതിരെയിൽ എണ്ണ വയ്ക്കുന്ന സംവിധാനത്തിലേക്ക് പോകാൻ എനിക്ക് താല്പര്യം. ഇപ്പൊ തൽക്കാലം ഈ വിഷയത്തിൽ വലിയ പ്രതികരണങ്ങൾക്കൊന്നും പോകണ്ട, നിയമപരമായി മുന്നോട്ട് പോകാമെന്ന നിലപാടിലേക്ക് സഭ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ അത് അവരുടെ പ്രൊസീജിയർ അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ. പാരന്റിന്റെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അങ്ങനെ പാരന്റിന്റെ ശ്രീ ജോഷി അങ്ങനെ പാരന്റിന്റെ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ സ്കൂളിലേക്ക് അത്തരം കാര്യങ്ങൾ എത്തിക്കേണ്ട ഒരാളെന്ന നിലയ്ക്ക് എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഇതുവരെയും അവരുമായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റാത്തത്? ഇതൊരു ഇത്ര വലിയ വിവാദം കേരളം മുഴുവൻ ഇങ്ങനെ ഒരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ. അല്ല, ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. ഞങ്ങളെ കുട്ടി ഇപ്പോഴും പഠിക്കാൻ തയ്യാറായിട്ട് വന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെയും ഇപ്പം വിളിച്ചു ചോദിച്ചു എന്നുള്ളത് നമ്മള് നിങ്ങളോട് ഷെയർ ചെയ്തില്ലേ. ടീച്ചറെ വിളിച്ചു ചോദിച്ചു എന്നുള്ള ടീച്ചറിനോട് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞു, കുട്ടി വന്നിട്ടുണ്ടോ. എല്ലാ കുട്ടികളെയും നമുക്ക് ഓരോരുത്തരെ പോയി നമ്മള് കുട്ടി ഇവിടെ പഠിക്കുന്നിടത്തോളം ഈ കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ വേണോ? ശരിയാണ്, പറയട്ടെ, ഞാനത് പറയട്ടെ. നമ്മള് ഈ കുട്ടി എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ചോദ്യം ഞാൻ അവിടെ കൃത്യമായിട്ട് ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഞങ്ങളത് വിളിച്ചു ചോദിച്ചപ്പോ കുട്ടിക്ക് സുഖമില്ല. മീൻസ് സുഖമില്ലാത്ത കുട്ടി അസുഖം മാറി വരുമ്പോഴല്ലേ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കണേ. ഓക്കെ, താങ്ക് യു. അത്രേ താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇന്ന്. ശരി, ഈ സ്കൂളിലെ PTA പ്രസിഡന്റായ സെയിന്റ് റീത്താസ് സ്കൂളിലെ PTA പ്രസിഡന്റായ ജോഷി കൈതവളപ്പിലാണ് സംസാരിച്ചത്. അദ്ദേഹം രക്ഷിതാക്കളുടെ നിലപാട് പറയാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോഴും ഈ വിവാദം ഉണ്ടായ ശേഷം ആ രക്ഷിതാവുമായി സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ നമുക്ക് ഈ വിഷയത്തിൽ എന്തായാലും വലിയ വിവാദങ്ങളിലേക്ക് പോകുന്നില്ല തൽക്കാലം എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ നവമി? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രീ ജോഷി കൈതവളപ്പിൽ ഉൾപ്പെടെ നമ്മളോട് സംസാരിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇന്നിപ്പോൾ അദ്ദേഹം ഉൾപ്പെടെ ആ നിലപാട് മയപ്പെടുത്തിക്കൊണ്ട് തർക്കങ്ങൾക്കൊന്നും പോവാതെ കുട്ടി തൽക്കാലം സുഖമില്ലാത്തതിനാൽ സ്കൂളിലേക്ക് വരുന്നില്ല, കുട്ടി വരുമ്പോൾ ആലോചിക്കാം, അങ്ങനെ ഒരു നിലപാടിലേക്ക് എല്ലാവരും പോവുകയാണോ? അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു. സ്കൂൾ മാനേജ്മെന്റ്, പ്രത്യേകിച്ച് പ്രിൻസിപ്പലുമായിട്ട് PTA പ്രസിഡന്റ് അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റുള്ളവർ, കുട്ടിയുടെ മാതാപിതാക്കൾ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരാരും കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറല്ല. അവർക്ക് ഇങ്ങനെ ഒരു പരസ്യ പ്രതികരണം ഇനി നടത്തരുതെന്ന് കർശന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകേണ്ട, അല്ലെങ്കിൽ ഒരു പരസ്യ പ്രതികരണം നടത്തി മറ്റു വിഭാഗക്കാരെ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഉറച്ചു നിൽക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അവരുടെ പ്രതികരണങ്ങളും ഒക്കെ വരുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഒരു ചർച്ച ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാകുമെന്നത് മാനേജ്മെന്റോ ഈ കുട്ടിയുടെ പാരന്റോ ആരെങ്കിലും സ്ഥിരീകരിക്കുന്നുണ്ടോ? സ്കൂളുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് നമ്മളോട് ഇക്കാര്യം പറഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം ഒരു ചർച്ചയുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ഒരു KCBCയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ വിഷയം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല, എത്രയും വേഗം ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുക. അത് കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ കുട്ടിയുടെ ഭാവിക്കും അതായിരിക്കും നല്ലത്. അതിനപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയ പാർട്ടികൾ ഇത് വലിയ രീതിയിൽ മറ്റു തരത്തിലേക്ക് ഈ വിഷയം കൊണ്ടുപോയി ഒരു മത ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നുണ്ട് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് KCBCക്കുള്ളത്. അതുകൊണ്ടുകൂടി തന്നെയാണ് ഈ വിഷയത്തിലേക്ക് ഇനി ആരും തന്നെ പരസ്യ പ്രതികരണത്തിലേക്ക് കടക്കേണ്ടതില്ല. ഒരു ചർച്ചയിലൂടെ ഈ വിഷയം എത്രയും വേഗം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നത് മാത്രം മുന്നോട്ട് ചിന്തിച്ചാൽ മതി. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കളോടും മാനേജ്മെന്റിനോടും ഈ വിഷയം സംസാരിച്ച് ഒത്തുതീർപ്പ് എത്രയും വേഗം ഒത്തുതീർപ്പാക്കണം. അതിൽ സർക്കാരിന്റെ ഒരു സഹായം കൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് KCBCയും പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കടക്കുന്നത്. ഈ വിഷയത്തിൽ അങ്ങനെ ഒരു ആശയവിനിമയം നടന്നതായി, അതായത് ഈ KCBC സർക്കാർ തലത്തിൽ എന്തെങ്കിലും ആശയവിനിമയം നടന്നതായി സൂചനയുണ്ടോ? കാരണം ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാവുന്നതുപോലെ നിലപാടിലൊക്കെ അല്പം മായം വന്നിട്ടുണ്ടായിരുന്നു. കർശനമായ നിലപാട് അതിന്റെ തലേ ദിവസം സ്വീകരിച്ചിരുന്ന നിലപാടല്ല ഉണ്ടായിരുന്നത്. 2018 ഹൈക്കോടതി വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്കൂളിന് അവരുടേതായ തീരുമാനം എടുക്കാം എന്നൊരു തലത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. നിയമ പോരാട്ടം തുടരാനാണ് KCBC ആവശ്യപ്പെടുന്നതല്ലോ സ്കൂളിനോട്. ഈ സ്കൂൾ ഈ വിഷയം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിയമപരമായി എങ്ങനെയാണ് അവർ മുന്നോട്ട് പോകുന്നത്?
ഈ കേസ് നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ മുന്നിൽ എത്തിയിട്ടുള്ളതാണ്. അതിന് പിന്നാലെയാണ് സ്കൂളിൽ ഒരു പോലീസിന്റെ സംരക്ഷണവും നൽകിയിരിക്കുന്നത്. ഈ നിയമം ആ രീതിയിൽ തന്നെ പോകട്ടെ, മറ്റ് പരസ്യ പ്രതികരണങ്ങളിലേക്കൊന്നും പോകണ്ട. KCBC അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിനോട് നൽകിയിരിക്കുന്ന നിർദ്ദേശം നിയമപരമായി തന്നെ ആ രീതിയിൽ മുന്നോട്ട് പോകട്ടെ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ അഭിഭാഷകരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, കഴിഞ്ഞ ദിവസമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന വന്നത്. അത് ഈ സ്കൂളിന്റെ മാനേജ്മെന്റിന് എതിരായിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു. ഈ ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ സ്കൂളിലേക്ക് പ്രവേശിപ്പിച്ചില്ല എന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത്. പക്ഷെ അത് തികച്ചും തെറ്റായ കാര്യമാണ്. കുട്ടി ആർട്സ് ഡേക്ക് പോലും ഹിജാബ് ധരിച്ച് സ്കൂളിലേക്ക് എത്തിയതും സ്കൂളിലേക്ക് പ്രവേശിക്കുന്നതും അതിൽ പങ്കെടുക്കുന്നതെല്ലാം കൃത്യമായിട്ടുള്ള CCTV ദൃശ്യങ്ങളുണ്ട്. ഇതടക്കം കോടതിയിൽ സമർപ്പിക്കാൻ തന്നെയാണ് അഭിഭാഷകരും മാനേജ്മെന്റും തീരുമാനിച്ചിരിക്കുന്നത്. തൽക്കാലം ഈ വിഷയത്തിൽ നിയമപരമായി തന്നെ ആ രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഇതിൽ ഇപ്പോൾ കുട്ടി വിദ്യാഭ്യാസ വകുപ്പ് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയെ ധരിപ്പിച്ച കാര്യങ്ങൾ തെറ്റാണെന്ന് തന്നെയാണ് മാനേജ്മെന്റ് ആവർത്തിക്കുന്നത്. ആ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, അതായത് സ്കൂളിനെ വിദ്യാഭ്യാസ മന്ത്രി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കോടതിയിൽ സമീപിക്കാൻ കൂടി തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്, സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഇവരുടെ പക്കലുള്ള CCTV ദൃശ്യങ്ങളടക്കം സമർപ്പിക്കുമെന്ന് കൂടി അഭിഭാഷകർ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ഈ പോലീസ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഹർജി നവംബറിലായിരിക്കും വീണ്ടും പരിഗണിക്കുക. ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പൊതുസമൂഹത്തോട് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ഹർജി നൽകുവാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുൻപായി ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സമവായത്തിൽ എത്തുകയാണെങ്കിൽ കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിർദ്ദേശം കൂടി സ്കൂൾ മാനേജ്മെന്റിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അക്കാര്യത്തിൽ കുറച്ചുകൂടി ചർച്ചകൾക്ക് ശേഷമായിരിക്കും കോടതിയിലേക്ക് പോകുന്ന നിയമ നടപടികളിലേക്ക് അല്ലെങ്കിൽ തുടർ നടപടികൾ ഏതു വിധത്തിലാകണം എന്നുള്ളത് മാനേജ്മെന്റ് ചർച്ച ചെയ്യുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ നമുക്ക് സ്കൂളിലെ അഭിഭാഷകരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായത്. അവർ പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ നന്ദകുമാർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ നന്ദകുമാർ, ഒരു സമവായത്തിന്റെ ഒരു അന്തരീക്ഷം രൂപപ്പെട്ട് വരുന്നു എന്ന് തോന്നുന്നു. ഇന്ന് കൂടുതലായി പ്രതികരണങ്ങൾക്കൊന്നും ആരും തയ്യാറാവുന്നില്ല. പക്ഷെ അപ്പോഴും ഈ സ്കൂളിന്റെ അവകാശമാണോ കുട്ടിയുടെ അവകാശമാണോ വലുത്? ഇനി ഇത്തരം ആവശ്യങ്ങൾ കൂടുതൽ ഉയർന്നു വന്നാൽ, കൂടുതൽ മേഖലകളിൽ നിന്ന് ഉയർന്നു വന്നാൽ, നമ്മൾ ഇന്നലെ കണ്ടതാണ് SDPIയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പരസ്യമായ ആവശ്യമടക്കം ഉയർന്നു കഴിഞ്ഞു. അങ്ങനെ ഉയർന്നു വന്നാൽ ഇപ്പോൾ നമ്മൾ കണ്ടതെല്ലാം ഇനിയും ആവർത്തിക്കപ്പെടും. അപ്പൊ ഇതിനൊരു പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട്. അതെങ്ങനെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഈ ഒരു സംഭവം ഇത്തരം പല ആവശ്യങ്ങൾക്കുള്ള ഒരു തുടക്കമാകും എന്ന രീതിയിൽ നിങ്ങളെ പോലുള്ളവർ കാണുന്നുണ്ടോ? അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വിദ്യാഭ്യാസ മേഖലയുടെ പ്രത്യേകിച്ച് സ്കൂളിന്റെ അധികൃതര് മാനേജ്മെന്റ് അവർ തീരുമാനിക്കേണ്ട കാര്യമാണെന്നാണ് 2018 കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. അത് പ്രകാരമാണെങ്കിൽ ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലും അത്തരമൊരു യൂണിഫോം ഉണ്ട്. എല്ലാവരും യൂണിഫോം ധരിക്കാൻ വേണ്ടി ബാധ്യസ്ഥരാണ്. ഇത് ബാധ്യസ്ഥരാണെന്നുള്ള ഈ കുട്ടിയുടെ രക്ഷകർത്താക്കളെ സംബന്ധിച്ചൊരു സംശയമില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഈ കുട്ടി ജൂൺ മാസത്തിൽ അവിടെ ചേരുന്ന സമയത്ത് ഇതെല്ലാം സമ്മതിച്ചുകൊണ്ട് അവർ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടിയും അത് പാലിച്ചിട്ടുണ്ട്. ആകെ പ്രശ്നമുള്ളത് വേറെ ചിലർക്കാണ് പ്രശ്നം ഇതിനകത്തുള്ളത്. SDPIയുടെ പേര് പറഞ്ഞ പോലെ തന്നെയാണ് SDPIയും കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും രണ്ടുപേരുമാണ് ഇക്കാര്യത്തില് കൂടുതൽ കടുംപിടുത്തം പിടിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. ഇപ്പൊ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് 2018 കോടതി വിധിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒന്നും അറിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2018 കോടതി വിധിക്ക് അനുസരിച്ചിട്ട് ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഇന്ന് യൂണിഫോം ധരിക്കണം എന്നുള്ളത് അവിടെയുള്ള മാനേജ്മെന്റാണ് തീരുമാനിക്കുക. അതൊന്ന്. രണ്ടാമത്തത്, ഈ വിദ്യാലയത്തിൽ തന്നെ ഏകദേശം 117ഓളം കുട്ടികൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികളാണ്. അവർക്ക് ആർക്കും ഇത്തരം ഒരു തർക്കവുമില്ല. ഈ പറഞ്ഞ കുട്ടി വന്നത് 4 മാസക്കാലങ്ങൾക്ക് മുമ്പ് 8ാം ക്ലാസ്സിലാണ് അഡ്മിഷൻ വാങ്ങിച്ചത്. അതിനുമുമ്പ് ആ കുട്ടി വേറെ സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളിലാണ് പള്ളുരുത്തിൽ തന്നെ പഠിച്ചത്. ആ കുട്ടിയുടെ സ്വദേശം കണ്ണൂരാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇതിനകത്ത് പ്രത്യേകമായിട്ടുള്ള ഹിഡൻ ചില അജണ്ടാസ് ഉണ്ടെന്ന് ആരെങ്കിലും ആരോപിച്ചാല് അതിന് നമുക്ക് കുറ്റപ്പെടുത്താൻ വേണ്ടി സാധ്യമല്ല. ഇന്ന് മാത്രമല്ല, എന്നിട്ട് പോലും അതിന്റെ ആ കുട്ടിയുടെ രക്ഷകർത്താക്കളടക്കം ആ കുട്ടിയെ ആ സ്ഥാപനത്തിൽ പഠിപ്പിക്കണമെന്നും ആ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂണിഫോം ധരിക്കാനായിട്ട് അവർ തയ്യാറാണെന്നൊക്കെ അവർ പറഞ്ഞതാണ്. അതിനിടയ്ക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇടപെടുന്നത്. അതായത് സമവായത്തിന്റെ അന്തരീക്ഷം രക്ഷകർത്താക്കളും അതേപോലെ തന്നെ വിദ്യാഭ്യാസ അധികൃതരും എല്ലാവരും കൂടി ചേർന്ന് എടുക്കുന്ന സമയത്ത് ഇതിൽ ഇടങ്കോലിടുന്നൊരു സമീപനം സ്വീകരിക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ ഒന്നുകിൽ അദ്ദേഹത്തിന്റെ വിവരക്കേടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തെറ്റായ രീതിയിൽ
ആളുകൾ കാര്യങ്ങൾ ഇന്നലെ ധരിപ്പിക്കുന്നത്. DDയുടെ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു മന്ത്രിയുടെ വാർത്താ സമ്മേളനം. ആ റിപ്പോർട്ടിൽ പറയുന്നത് സ്കൂള് ഗുരുതരമായ കൃത്യവിലോപം നടത്തി, അല്ലെങ്കിൽ കുട്ടിയെ പുറത്ത് നിർത്തി. സ്കൂളിന്റെ ധൈര്യം എന്തെന്നത്, ആ കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ ക്ലാസ്സിൽ വന്നിരുന്നു. 3 ദിവസം കുട്ടി അങ്ങനെ അവിടെ സ്കൂളിൽ ഉണ്ടായിരുന്നു, അപ്പോഴൊന്നും പുറത്താക്കിയിട്ടില്ല എന്നൊക്കെയാണ് സ്കൂൾ അവകാശപ്പെടുന്നത്. ഇതിലൊരു പ്രശ്നം, ഈ വിദ്യാഭ്യാസ മന്ത്രി ഏറ്റവും ആദ്യം നടത്തിയ പ്രതികരണം സ്കൂളിന് അതാത് സ്കൂളിൽ തീരുമാനിക്കാമല്ലോ, അങ്ങനെ ഓരോരുത്തർ ഓരോ തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെയായിരുന്നു. പിന്നീടാണ് ഇത് മുഴുവൻ മാറി മറിഞ്ഞത്. അതിനിടയിൽ ഒരു സമ്മർദ്ദം, അതാണോ സംശയിക്കുന്നത്? അല്ല, സംശയിക്കുന്നത് സമ്മർദ്ദം എന്നുള്ളതിലേക്ക് മാത്രമല്ല, ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും കാര്യങ്ങൾ എടുക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലോ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലോ ആകരുത്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഈ തരം വിഷയങ്ങളിലുള്ള പരിജ്ഞാനക്കുറവുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ വിഷയങ്ങളെ കാണുന്നത് പൂർണ്ണമായിട്ട് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലും മതത്തിന്റെ അടിസ്ഥാനത്തിലുമാണ്. ഇത് രണ്ടുമല്ല സത്യത്തിൽ വേണ്ടത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ 2018 നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുവാനുള്ള, യൂണിഫോമിനെ സംബന്ധിക്കുന്ന തീരുമാനിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം വിദ്യാഭ്യാസ സ്ഥാപനത്തിനാണുള്ളത്. അതിന്റെ മാനേജ്മെന്റിനാണ്, അതിന്റെ PTA-ക്കാണ്. ഇതിനൊക്കെ നിയമാനുസൃതമായുള്ള അംഗീകാരമുള്ളതാണല്ലോ. ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ടാണല്ലോ ഈ കുട്ടി 4 മാസക്കാലങ്ങൾക്ക് മുമ്പ് ഈ കുട്ടി ജോയിൻ ചെയ്തത്. ഈ കുട്ടിക്ക് അല്ല സത്യത്തിൽ പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ 7-ാം തീയതിയാണ് ഈ കുട്ടി, ഞാൻ ആ വിദ്യാലയമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. 7-ാം തീയതിയാണ് ഈ കുട്ടി അവിടെ ആദ്യമായിട്ട് പോയത്. 8-ാം തീയതി പോയിരുന്നു, 9-ാം തീയതി പോയിരുന്നു. ഇടയ്ക്ക് ആ കുട്ടി ഈ തരത്തിൽ ഹിജാബ് ധരിച്ചു വന്ന സമയത്ത് അതിനെക്കുറിച്ച് തർക്കം പറഞ്ഞ സമയത്ത് ആ കുട്ടിയുടെ ഭാഗത്തേക്കാൾ കൂടുതൽ പ്രശ്നം 10-ാം തീയതി ഉണ്ടാക്കിയത് അവിടെ വന്നിട്ടുള്ള SDPIയുടെ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിന്റെ ഉപാധ്യക്ഷനടങ്ങുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു കലാപ അന്തരീക്ഷം ഉണ്ടാക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടിട്ടുള്ള ആളുകൾ, വിദ്യാഭ്യാസ വകുപ്പിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം കൊടുക്കുന്നത് വളരെ മോശമാണെന്നാണ് എന്റെ അഭിപ്രായം. ഇത് ഇപ്പോൾ ആ കുട്ടിയുടെ പാരന്റ് തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, എൻ്റെ കുട്ടിയെ വെച്ച് വർഗീയതയോ രാഷ്ട്രീയമോ ഒന്നും വേണ്ട എന്നൊരു നിലപാട് പരസ്യമായി അവർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അവരെ പോലും ഇതിൽ ഉപയോഗപ്പെടുത്തി, അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? വ്യാഖ്യാനിക്കല്ല, സത്യം അതാണല്ലോ, വ്യാഖ്യാനമല്ലത്. ഇത് ജസ്റ്റ് ട്രൂത്താണ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നേരിട്ടാണ് ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിന്റെ വിവരക്കേടാണ് വലിയ പ്രശ്നം. അദ്ദേഹം ഇത്തരം മണ്ടത്തരമുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കരുത്. ഇത് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, നിലവിൽ സുപ്രീം കോടതിയുടെ മുമ്പിലുള്ള കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ വീണ്ടും അതിന്റെ പാഠഭേദം വരുത്താനായിട്ട് ഒരു വകുപ്പ് മന്ത്രിക്ക് അധികാരമില്ല എന്നുള്ള കാര്യം അദ്ദേഹം സ്വയം ബോധ്യപ്പെടേണ്ടതാണ്. അദ്ദേഹത്തിന് ഏത് വകുപ്പ് DD അദ്ദേഹത്തിന് റിപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞാലും DDക്ക് ഇതിന്റെ അകത്ത് ഇല്ലാ കഥകൾ ഞമഞ്ഞു കൊടുക്കുന്ന DDയുടെ റിപ്പോർട്ട് പോയിട്ടുണ്ടെങ്കിൽ DD സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടോ? എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, AEO മാത്രമാണ് അവിടെ സന്ദർശിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള സന്ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ DD റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഈ DDയുടെ ഹിഡൻ അജണ്ട എന്താണെന്നുള്ളവരും കൂടി നമ്മൾ പഠിക്കേണ്ടതാണ്. അങ്ങനെ ഒരു ഹിഡൻ അജണ്ട ഉണ്ടെന്ന് സംശയിക്കുന്നുണ്ടോ? എങ്ങനെ? എനിക്ക് സംശയമൊന്നുമില്ല കാര്യത്തില്. ഞാൻ സംശയിക്കുകയല്ല, നിശ്ചയമായിട്ടും ധരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ പലപ്പോഴും പേരൻസിനെ, കുട്ടികൾ 13 വയസ്സില് കുട്ടികളെ വെച്ചിട്ട് പന്താടുന്നത് വളരെ മര്യാദകേടാണ്. 13 വയസ്സായിട്ടുള്ള കുട്ടിയെ വെച്ചിട്ടാണ് ഇവർ പന്താടുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ഈ കുട്ടി ഇപ്പൊ പഠിക്കുന്നത് 4ാമത്തെ വിദ്യാലയം എന്നാ. എന്തിനാ ഇങ്ങനെ കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് വിദ്യാലയങ്ങൾ മാറ്റുന്നത്? അതിന് അവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവില്ലേ ശ്രീനാഥ്? അല്ലല്ല, കാരണങ്ങൾ ഞാൻ പറഞ്ഞു, പള്ളുരുത്തിൽ തന്നെ ഏകദേശം 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്കൂളിലാണ് ഈ കുട്ടി നേരത്തെ പഠിച്ചിരുന്നത്. അതിനൊക്കെ വ്യക്തിപരമായ കാരണങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ പഠിക്കരുതെന്ന് എവിടെയും പറയാത്ത സ്ഥിതിക്ക് അതൊക്കെ അവരുടെ കാര്യം, നമുക്ക് അത് വിട്ടേക്കാം. പക്ഷേ അല്ലല്ലോ പ്രശ്നം. പ്രധാനമായിട്ട് നമ്മൾ കുട്ടികളെ ഇപ്പോഴും കുട്ടികളുടെ സുരക്ഷയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ, ഒരുപക്ഷെ തൊട്ട് മുൻപ് പഠിച്ച സ്കൂളിൽ അങ്ങനെ സുരക്ഷിതത്വം ഇല്ലാത്തത് കൊണ്ടാണെങ്കിലോ നമുക്ക് അക്കാര്യം വിടാം. നമ്മൾ അതിലൊരു ജഡ്ജ്മെന്റലായ ഒരു തീരുമാനവും എടുക്കണ്ട. പക്ഷേ അവരിത് പറയട്ടെ, അത് പറഞ്ഞിട്ടില്ലല്ലോ. ഈ സ്കൂളിന്റെ കാര്യത്തിൽ എന്തായാലും ആ കുട്ടിക്ക് തുടർന്നും സ്വാഭാവികമായി വന്ന് പഠിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അല്ല, അങ്ങനെ ഉണ്ടാകണം. ഈ ഒരു കുട്ടിയെ സംബന്ധിച്ച് കുട്ടിയെ പുറത്താക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ആ കുട്ടിക്ക് സത്യസന്ധമായിട്ട് പെരുമാറാനും അവരുടെ വസ്ത്രങ്ങൾ, ഇപ്പൊ യൂണിഫോം തന്നെ ധരിച്ചുകൊണ്ട് വിദ്യാലയത്തിൽ വരാനും മതചിഹ്നങ്ങളല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആര് പ്രദർശിപ്പിക്കേണ്ടത്. അത് യൂണിഫോം തന്നെയാണ്. കുട്ടികളെ നോക്കിയിട്ട് ഇതിന്റെ മതം നിശ്ചയിക്കുന്നത് നമ്മള്, അത് വളരെ മര്യാദകേടല്ലേ? 13 വയസ്സുള്ള കുട്ടിയുടെ മതമാണോ നമ്മൾ നോക്കേണ്ടത്? അങ്ങനെ അല്ലല്ലോ വേണ്ടത്. ആ കുട്ടി വിദ്യാലയത്തിൽ വിദ്യാർത്ഥിയാണ് എന്നുള്ള നിലയ്ക്ക് ആ കുട്ടിക്ക് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വരാനും പഠിക്കുവാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ബാധ്യസ്ഥമാണ്.
ശരി, വളരെ നന്ദി ശ്രീ നന്ദകുമാർ പ്രതികരിച്ചതിന്. എറണാകുളം പള്ളുരുത്തി സെയിൻറ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദം ഒരു സമവായത്തിലേക്ക് പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തേണ്ട എന്നൊരു നിലപാടിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാനേജ്മെന്റും ഈ കുട്ടിയുടെ രക്ഷിതാക്കളും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നേക്കുമെന്ന സൂചനകളുമുണ്ട്. പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ, ആ കുട്ടിക്ക് വളരെ സാധാരണ രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വിദ്യാഭ്യാസം തുടരാനാവട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം.